നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചാൽ ഇന്ത്യയുമായി സഹകരിക്കാം എന്ന നിലപാടിലായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. US പോയി പണി നോക്കൂ എന്നാണ് ഇന്ത്യ ഇതിന് മറുപടി കൊടുത്തത്. കൈവിട്ട കളിയാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അതായത് 50% തീരുവ ഇന്ത്യക്ക് ഏർപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യയെ വെറുപ്പിക്കുന്ന നിലപാട് ട്രംപ് സ്വീകരിച്ചു. ഇതിന് ട്രംപ് വലിയ വില കൊടുക്കേണ്ടി വരും എന്നാണ് ചിലർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിൽ ഇന്ത്യക്കെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 50% അധിക തീരുവ അമേരിക്കയ്ക്ക് തന്നെ ഗുരുതര പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ വ്യക്തമാക്കി. ട്രംപിന്റെ അധിക തീരുവ പ്രഖ്യാപനം അമേരിക്കയുടെ ദീർഘകാല പരിശ്രമത്തെ അപകടത്തിലാക്കുന്നതാണ്. ഇന്ത്യയെ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും അകറ്റാനുള്ള പരിശ്രമം അമേരിക്ക ഏറെക്കാലമായി നടത്തുകയാണ്. ഇതിനായുള്ള അമേരിക്കൻ തന്ത്രങ്ങളെ ട്രംപിന്റെ തീരുമാനം അപകടത്തിലാക്കിയെന്ന് ബോൾട്ടൺ വിമർശിച്ചു. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം കാരണം ഇന്ത്യ റഷ്യയോടും ചൈനയോടും കൂടുതൽ അടുക്കുകയും ഈ 3 ലോകശക്തികൾ അമേരിക്കയ്ക്കെതിരെ ഒന്നിക്കാൻ ഇടയാക്കുകയും ചെയ്യുമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആദ്യം 25% പ്രഖ്യാപിച്ച അധിക തീരുവ പിന്നീട് 50%ആയാണ് ട്രംപ് ഉയർത്തിയത്. എന്നാൽ ഈ നടപടി ഉദ്ദേശിച്ച ഫലം നൽകില്ലെന്നും ഇന്ത്യ പ്രതികൂലമായി പ്രതികരിച്ചത് അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുമെന്നും ബോൾട്ടൺ പറഞ്ഞു. റഷ്യക്കെതിരായ നടപടി എന്ന നിലയിൽ ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക തീരുവ ഇന്ത്യ റഷ്യ ചൈന ബന്ധം ശക്തിപ്പെടുത്തുകയും അമേരിക്കയ്ക്ക് അത് വെല്ലുവിളിയാകുകയും ചെയ്യുമെന്ന് ബോൾട്ടൺ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യയുമായുള്ള അമേരിക്കയുടെ ദീർഘകാല തന്ത്രപരമായ ബന്ധത്തെ ഈ നയം ദോഷകരമായി ബാധിക്കുമെന്നും അദ്ദേഹം ഇപ്പോൾ നിർദ്ദേശം കൊടുത്തു. മുൻ US വാണിജ്യ വകുപ്പ് ഉദ്യോഗസ്ഥനായ ക്രിസ്റ്റഫർ പാഡിലയും ട്രംപിന്റെ നയത്തിനെതിരെ രംഗത്തെത്തി. ഇന്ത്യ അമേരിക്ക ബന്ധത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തീരുമാനമാണ് അധിക തീരുവയെന്ന് അദ്ദേഹം വിമർശിച്ചു. വർഷങ്ങളായി അമേരിക്ക പുലർത്തിവന്ന തന്ത്രപരമായ നയങ്ങളെ ട്രംപിന്റെ ഈ നടപടി വെല്ലുവിളിക്കുകയാണെന്ന് വിദേശകാര്യ വിദഗ്ധനായ പാഡില ചൂണ്ടിക്കാട്ടി. അമേരിക്കയിൽ തന്നെ പരക്കെ വിമർശനം നേരിടുന്ന ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ നേരിടാൻ ഉറച്ച തീരുമാനങ്ങളിലേക്ക് ഇന്ത്യയും കടക്കുകയാണ്. ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കയ്ക്ക് മറുപടിയായി പകരം തീരുവ ചുമത്തണം എന്ന നിർദ്ദേശം കേന്ദ്ര മന്ത്രിസഭ ഉടൻ തന്നെ ചർച്ച ചെയ്തേക്കുമെന്നാണ് വിവരം. ഇന്ത്യക്ക് 50% തീരുവ ചുമത്തിയതിന് പകരം നടപടികൾ വേണമെന്ന ആവശ്യം ശക്തമായതോടെയാണ് ഇക്കാര്യം കേന്ദ്രം ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. ഈ ആവശ്യം ഉന്നയിച്ച് പാർലമെന്റിൽ MP-മാർ നോട്ടീസ്. എന്നാൽ ഇപ്പോൾ തന്നെ അമേരിക്കയ്ക്ക് തിരിച്ചടി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയെ പിണക്കിയാൽ പിന്നാലെ ഇങ്ങനെ ഒരു പണി വരുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വപ്നത്തിൽ പോലും കരുതി കാണില്ല. അതായത് താരിഫ് യുദ്ധത്തിൽ അമേരിക്കൻ ഭീഷണി ചെവിക്കൊള്ളില്ല എന്ന ശക്തമായ നിലപാടിന് പിന്നാലെ അമേരിക്കയെ വീണ്ടും പ്രതിരോധത്തിലാക്കിക്കൊണ്ട് മറ്റൊരു തീരുമാനം കൂടി എടുത്തിരിക്കുകയാണ് ഇന്ത്യ. F-35 എന്ന ആധുനിക യുദ്ധവിമാനങ്ങൾ ഇന്ത്യക്ക് വിൽക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം തള്ളിയിരിക്കുകയാണ് ഇന്ത്യ. പകരം റഷ്യൻ ആധുനിക പോർ വിമാനമായ Su-57 വാങ്ങാനാണ് ഇപ്പോൾ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കും എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. ഇതോടെ മിസൈൽ പ്രതിരോധ സംവിധാനമായ S-400 ശേഷം റഷ്യയുമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഇടപാടായി ഇത് മാറും. യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിൽ അമേരിക്ക വേണോ റഷ്യ വേണോ എന്ന രണ്ട് മനസ്സിൽ നിന്നിരുന്ന ഇന്ത്യക്ക് തുടക്കം മുതൽ പ്രിയവും റഷ്യൻ യുദ്ധവിമാനത്തോടായിരുന്നു. എല്ലാ കാലത്തും ഏത് പ്രതിസന്ധിയിലും കൂടെ നിന്ന് റഷ്യ തന്നെ മതി ഇനി അങ്ങോട്ടെന്ന് ഇന്ത്യയും തീരുമാനിച്ചിരിക്കുകയാണ്. യുദ്ധവിമാന വിപണിയിൽ ശക്തമായി ഏറ്റുമുട്ടുന്നതും അമേരിക്കയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററായ F-35ഉം റഷ്യയുടെ അതേ തലമുറയിലുള്ള Su-57ഉം തമ്മിലാണ്. ഈ വിമാനങ്ങൾ ബംഗളൂരിൽ നടന്ന എയ്റോ ഇന്ത്യയിൽ മാറ്റുരച്ചപ്പോഴും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നത് റഷ്യയുടെ Su-57 ആയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. Su-57 ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ഇന്ത്യൻ സേനയുടെ കരുത്ത് കൂടുതൽ വർദ്ധിപ്പിക്കും. ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഇന്ത്യയെ എത്തിക്കാൻ നയതന്ത്രപരവും ദീർഘവീക്ഷണപരവുമായ കാരണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ ചുമത്തലും പ്രധാന ഘടകമാണ്. അതേസമയം അമേരിക്ക റഷ്യ ചർച്ചയെ ഇന്ത്യ പിന്തുണയ്ക്കുകയാണ്. റഷ്യ യുക്രൈൻ സംഘർഷം തീരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും സമാധാന ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും ഇന്ത്യ കൂട്ടിച്ചേർത്തു. ഓഗസ്റ്റ് 15 അലാസ്കയിൽ നടക്കുന്ന കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയും റഷ്യൻ ഫെഡറേഷനും തമ്മിൽ എത്തിച്ചേർന്ന ധാരണയെ സ്വാഗതം ചെയ്യുന്നുവെന്നാണ് ഇന്ത്യ അറിയിച്ചത്. യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കുന്നതിനും സമാധാനത്തിനുള്ള സാധ്യതകൾ തുറക്കുന്നതിനുമുള്ള ഉറപ്പും സാധ്യതയുമാണ് ഈ കൂടിക്കാഴ്ച നൽകുന്നത്.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരവധി തവണ പറഞ്ഞതുപോലെ ഇത് യുദ്ധത്തിന്റെ യുഗമല്ല എന്നും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിലൂടെ പറഞ്ഞു. കൂടിക്കാഴ്ചയെക്കുറിച്ച് ട്രംപും സമൂഹ മാധ്യമമായ ട്രൂത്തിൽ കുറിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ താനും റഷ്യൻ പ്രസിഡന്റ് പുടിനും തമ്മിലുള്ള ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കൂടിക്കാഴ്ച അടുത്ത വെള്ളിയാഴ്ച 2025 ഓഗസ്റ്റ് 15 അലാസ്കയിൽ ഗ്രേറ്റ് സ്റ്റേറ്റിൽ നടക്കും. 2015 മുൻ പ്രസിഡന്റ് ബരാക് ഒബാമയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നടക്കുന്ന പുടിന്റെ മറ്റൊരു ചർച്ചയാണ് ഇത്. യുക്രൈനിയൻ പ്രതിസന്ധിക്ക് ശാശ്വതവും സമാധാനപരവുമായി പരിഹാരം കാണുന്നതിനുള്ള ചർച്ചകൾ ഇരു നേതാക്കളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് ക്രെംലിൻ അറിയിച്ചു. വെല്ലുവിളി നിറഞ്ഞ കാര്യമാണിതെന്നും എന്നാൽ മോസ്കോ സജീവമായി വിഷയത്തിൽ ഇടപെടുമെന്നും ക്രെംലിൻ കൂട്ടിച്ചേർത്തു. ഇതിനിടെ ട്രംപിനോട് കടുത്ത വിമർശനത്തിലാണ് പുടിൻ ഉള്ളത്. കാരണം ഇന്ത്യക്ക് അധിക തീരുവ ഏർപ്പെടുത്തിയ ട്രംപിന്റെ നിലപാടിനെ പൂർണ്ണമായും എതിർക്കുകയാണ് പുടിൻ. മോദി കഴിഞ്ഞ ദിവസം പുടിനുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. യുക്രൈനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇരു നേതാക്കളും തമ്മിൽ ചർച്ച ചെയ്തു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിലടക്കം അമേരിക്ക കടുത്ത എതിർപ്പ് തുടരുന്നതിനിടെയാണ് റഷ്യയുമായുള്ള വ്യാപാരത്തിലടക്കം വിട്ടുവീഴ്ചയില്ല എന്നുള്ള നിലപാട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നതും വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.